അവസാനം കോടതി നിരപരാധിയാണെന്ന് നടത്തിയത് ഈ വാർത്താ സമ്മേളനത്തിലാണ് സിപിഐഎമ്മിനെ രാഷ്ട്രീയമായ പകപോക്കലിന് വിധേയമാക്കുന്നു എന്ന് പ്രതികരിച്ചപ്പോൾ കെ ശൈലജ പ്രതികരിക്കുകയാണ്. ഭിന്നിപ്പിച്ച് തകർക്കുന്നതിനും ഇന്ത്യയുടെ ഭരണാധികാരി വർഗം ശ്രമിച്ചു എന്നുള്ളതാണ്. കേരളത്തിലും അതിൻ്റെ ഒരു പരിശ്രമമാണ് നടക്കുന്നത്. നമ്മൾ കാണണം. ഇവിടുത്തെ ഇടതുപക്ഷം തകർന്നു പോയാൽ എന്താണ് ഉണ്ടാവുക എന്ന് എല്ലാവർക്കും അറിയാം. തെരഞ്ഞെടുപ്പിലെ പരാജയം, ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതുകൊണ്ട് ഇവിടെ ഇടതുപക്ഷം ഇല്ലാതായി എന്നല്ല അതിൻ്റെ അർത്ഥം. വളരെ ശക്തിയോടുകൂടി കേരളത്തിലെ ഇടതുപക്ഷം ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഈ ED റെയ്ഡിൽ ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. ഞങ്ങളെന്നാൽ അത് തടസ്സപ്പെടുത്താനോ അങ്ങനെ ഒന്നും മുതിരുന്നില്ല. അതെല്ലാം നടക്കട്ടെ, നമുക്ക് കാണാം അത്. പക്ഷേ ഇന്ന് കേരളത്തിലുടനീളം വളരെ വ്യാപകമായി വളരെ ഒരു ദുരുദ്ദേശത്തോടു കൂടി നടത്തുന്ന ഈ റെയ്ഡിൽ സഖാവ് പിണറായിക്കെതിരെ, പാർട്ടിക്കെതിരെ നടത്തുന്ന ഈ റെയ്ഡിൽ ശക്തമായി കേരളത്തിലെ CPM-ഉം ഇടതുപക്ഷവും എല്ലാം പ്രതിഷേധിക്കും. ആ പ്രതിഷേധമാണ് നിങ്ങളിവിടെ കാണുന്നത്. കേരളത്തിലുടനീളം ആ പ്രതിഷേധം അലയടിച്ചു വരികയാണ്. CPIM ഒറ്റക്കെട്ടായി പ്രതിരോധം തീർക്കുകയാണ്. പിണറായി വിജയനെ രാഷ്ട്രീയമായി വേട്ടയാടുന്നു, CPIM-നെ രാഷ്ട്രീയമായി വേട്ടയാടുന്നു. ഇത് രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമാണ്. ഇന്ന് വൈകിട്ട് പന്തം കൊളുത്തി പ്രകടനം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികൾക്ക് CPIM ആഹ്വാനം ചെയ്തിരിക്കുന്നു. ഒപ്പം കോൺഗ്രസും BJP-യും ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ പാർട്ടിയെ വേട്ടയാടുന്നത് എന്നതുകൂടിയാണ് ഇപ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നത്. നേരത്തെ നിയമപരമായി, അതായത് മാത്യു കുഴൽനാടൻ ഉൾപ്പെടെ കോടതിയെ പലപ്പോഴായി സമീപിച്ചപ്പോഴെല്ലാം തിരിച്ചടിയാണ് ഉണ്ടായത് എന്നുകൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ VV അരുൺ തുടരുന്നു. അരുൺ, വലിയ പ്രതിഷേധ പരിപാടികൾക്കടക്കം CPIM ആഹ്വാനം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രേരിതമെന്ന നിലപാട് തന്നെ CPM സ്വീകരിക്കുന്നു. ഒരു ആശങ്ക കൂടി, അല്ലെങ്കിൽ ഒരു നീക്കം കൂടി CPM കാണുന്നത് ഇത് വീണ വിജയനിൽ ഒതുങ്ങില്ല. കെജ്രിവാളിനെയൊക്കെ നേരത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതാണ്. അതുപോലെ പിണറായി വിജയനെയും ഈ കേസിൽ പ്രതിയേർക്കാനുള്ള നീക്കമുണ്ട് എന്ന ഒരു ആശങ്കയാണ് CPM കേന്ദ്രങ്ങളിൽ പൊതുവിലുള്ളത്. MV ഗോവിന്ദൻ ആ രീതിയിൽ തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തു. ഇത് പിണറായി എന്തുകൊണ്ട് CPM-ന്റെ സമുന്നത നേതാവ്, മുൻ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം ഏതാണ്ട് 4.5 മണിക്കൂറിലേറെയായി അദ്ദേഹത്തിനെതിരെ അന്വേഷണമില്ലെങ്കിൽ പോലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലുണ്ട്. അതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വന്ന ശേഷം അദ്ദേഹത്തിന് പുറത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. CPM-ന്റെ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു. ഇവിടേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല. സ്വാഭാവികമായും ഇതൊരു ആ രീതിയിലുള്ളൊരു കസ്റ്റഡിയാണ്. അതായത് ഈ ചോദ്യം അവിടുത്തെ തെളിവെടുപ്പ്, അല്ലെങ്കിൽ അവിടുത്തെ തെളിവ് ശേഖരണം, റെയ്ഡ് പൂർത്തിയാകുന്നവരെ ആ വീട്ടിൽ നിന്ന് ആർക്കും പുറത്തു പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അത്തരത്തിൽ ഇപ്പോൾ ED-യുടെ നിർദ്ദേശപ്രകാരം മാത്രം പുറത്തിറങ്ങാൻ കഴിയുന്നൊരു സാഹചര്യത്തിലാണ്. നിലവിൽ അദ്ദേഹത്തിന്റെ അന്വേഷണമോ അദ്ദേഹം കേസിൽ പ്രതിയോ ഒന്നുമല്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന ഒരു വിലയിരുത്തലാണ് CPM കേന്ദ്രങ്ങൾക്കുള്ളത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വീണ വിജയനെതിരെ അല്ല ഈ നീക്കം. വീണ വിജയൻ മുൻ മുഖ്യമന്ത്രിയുടെ മകളാണ്, പിണറായിയുടെ മകളാണ്. അത് വീണയെ ലക്ഷ്യമിട്ടല്ല ഈ നീക്കം. ഈ പോക്ക് പിണറായി വിജയൻ എന്ന CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗത്തിലേക്കാണ്, മുൻ മുഖ്യമന്ത്രിയിലേക്കാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ശക്തമായ പ്രതിരോധത്തിനാണ് CPM മുന്നിട്ടിറങ്ങുന്നത്. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അവിടേക്ക് ഇതിനകം തന്നെ അവിടേക്ക് എത്തുന്നുണ്ട്. ഒരുപക്ഷെ MV ഗോവിന്ദനും അവിടേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാ നേതാക്കളും അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിലേക്ക് എത്തും. അതിനകം തന്നെ അവിടെ വലിയൊരു പ്രതിഷേധം രൂപപ്പെട്ടു കഴിഞ്ഞു. ഇത് സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങളുണ്ടാകും. അത് ജില്ലാ കേന്ദ്രങ്ങളിൽ, ബ്രാഞ്ച് തലങ്ങളിലൊക്കെയുള്ള പ്രതിഷേധങ്ങളിലേക്ക് CPM കടക്കുകയാണ്. ഏത് സാഹചര്യവും CPM പ്രതീക്ഷിക്കുന്നുണ്ട്. അത് വീണ വിജയന്റെ ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി മാത്രമല്ല, പിണറായി വിജയനിലേക്ക് കൂടി പോയേക്കാവുന്ന ഒരു നീക്കമായാണ് CPM ഇതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഇത്ര ശക്തമായ പ്രതിരോധം അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്നുകൊണ്ട് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് CPM പോകുന്നത്. കേന്ദ്ര ഏജൻസികൾ, അവിടെ കോൺഗ്രസിനെ കൂടി കുറ്റപ്പെടുത്തുന്നു CPM. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്നലെ മോദിയെ കണ്ടു VD സതീശൻ, ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായെ VD സതീശൻ കാണുന്നുണ്ട്. ആ സാഹചര്യത്തിൽ അങ്ങനെ അവരുടെ കൂടി അറിവോടുള്ള നീക്കം, നേരത്തെ നിർദ്ദേശത്തിലൊക്കെ ആ സാധ്യതകൾ തള്ളിക്കളയുന്നു. ഒന്നും സംസ്ഥാന സർക്കാരോ പോലീസോ അറിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ CPM സംശയിക്കുന്നത് ഇത് കോൺഗ്രസിന്റെ കൂടി ഒരു നീക്കമായാണ്, അല്ലെങ്കിൽ അവർ അങ്ങനെ ഒരു രാഷ്ട്രീയ ആരോപണം ഇതിനകം ഉന്നയിക്കുകയാണ്. മുഖ്യമന്ത്രി മോഡിയെ കണ്ടതിന് പിന്നാലെ പിണറായിയുടെ വസതിയിലേക്ക്, അദ്ദേഹത്തിന്റെ വാടക വീട്ടിലേക്കും അദ്ദേഹത്തിന്റെ പിണറായിയുടെ വീട്ടിലേക്കും ഒക്കെ ED എത്തുന്നത് തികച്ചും അസ്വാഭാവികമല്ല, തികച്ചും യാദൃച്ഛികമല്ല. അതിൽ അസ്വാഭാവികതയുണ്ട് എന്ന് CPM കരുതുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.